ഇന്ന് 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 8:30 മുമ്പ് ഈ ചർച്ച അവസാനിപ്പിക്കണം. ഒരു 4 മിനിറ്റ് സമയം മാത്രമേ നമ്മൾക്ക് സംസാരിക്കാൻ കിട്ടൂ. പി. സുനിൽ. തീർച്ചയായും ഇത് സർക്കാരിൻ്റെ നീക്കം പൊളിഞ്ഞു പാർലമെൻറ്റിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം BJP ഈ രാഷ്ട്രീയ നീക്കം നടത്തുന്നത് എപ്പോഴും നമുക്കറിയാം പശ്ചിമ ബംഗാളും തമിഴ്നാടുമൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ആ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്നൊരു സാഹചര്യത്തിൽ വനിതാ സംവരണ ബില്ല് എന്നൊരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരികയും 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിക്കുകയാണ്. ഈ ബില്ല് പാസ്സാകില്ല എന്ന് സർക്കാരിന് വളരെ വ്യക്തമായിട്ടറിയാം. കാരണം ഈ ബില്ല് പാസ്സാകാൻ വേണ്ട 3/2 ഭൂരിപക്ഷം സർക്കാരിന് പാർലമെൻറ്റിൽ ഇല്ല എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഇതിന് മുൻപൊക്കെ തന്നെ പാസ്സാക്കിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി വെച്ച് പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കവും, അതായത് പ്രതിപക്ഷ പാർട്ടികളെ ഒപ്പം നിർത്താനോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഏതെങ്കിലും പാർട്ടികളെ വാക്കൗട്ട് ചെയ്യിപ്പിച്ച് ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ശ്രമമോ BJPയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെടാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ല് മാത്രമാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ പരാജയപ്പെടാൻ വേണ്ടി കൊണ്ടുവന്ന ആ ഒരു ബില്ല് ഇനി വലിയൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് BJP കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് എന്നുപോലും ഞാൻ സംശയിക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ കണ്ടത് BJPയുടെ മഹിളാ മോർച്ച വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതാണ്. ഇനി ഇത് വെച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിലേക്കൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ ലക്ഷ്യം BJP നടത്തുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ പോലും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ പരാജയപ്പെടുന്നത് രാജ്യം കണ്ടു എന്നുള്ളതാണ്. അവിടെ എന്ത് രാഷ്ട്രീയ തന്ത്രമായിക്കോട്ടെ, ഇനിയിപ്പോൾ എത്ര വലിയ രാഷ്ട്രീയ തന്ത്രമായിക്കോട്ടെ, ആ വലിയ പരാജയം നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ കണ്ടു. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നു എന്നതാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ ഏതെങ്കിലും പാർട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിടത്ത് എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിന്നു എന്നതാണ്. മോദിയുടെ പ്രസംഗം എന്തായിരുന്നു? നിങ്ങളിതിനെ എതിർത്താൽ സ്വാഭാവികമായും ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം എനിക്കുണ്ടാകും എന്നാണ് മോദി ഇന്നലെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് കഴിഞ്ഞ ദിവസം. പക്ഷേ ആ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചാണെങ്കിൽ പോലും മോദിക്ക് കിട്ടിയത് വലിയ തിരിച്ചടിയാണ് എന്ന് ഞാൻ പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. 50% സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നൊരു ഫോർമുല അമിത്ഷായും മോദിയും പ്രതിപക്ഷത്തിന് നൽകി. 50% സീറ്റുകൾ എല്ലായിടത്തും വർദ്ധിപ്പിക്കാമെന്ന്. അപ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ചോദിച്ചപ്പോൾ അമിത്ഷാ പറയുകയാണ്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ 1 മണിക്കൂർ സമയം തന്നാൽ മതി, ഞാൻ അതിൻ്റെ ഒരു അമെൻമെൻറ്റുമായിട്ട് വരാം എന്ന് പാർലമെൻറ്റിൽ പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതായത് ബില്ലിൽ ഉൾപ്പെടുത്താത്ത കാര്യം, ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താത്ത കാര്യം ഒരു അമെൻമെൻറ്റായി കൊണ്ടുവന്നുകൊണ്ട് അതിൽ ഉൾപ്പെടുത്താം, അതിന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ 1 മണിക്കൂർ സമയം വേണം, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ കൂട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പ് ബില്ലുമായി കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും അത് അമ്പേ പരാജയപ്പെട്ടു. ആ ബില്ല് പാർലമെൻറ്റിൽ പരാജയപ്പെട്ടു എന്നത് സർക്കാരിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. ഇനി ഈ ബില്ല് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനുള്ള പശ്ചിമ ബംഗാളിലെ നീക്കം കൂടി പരാജയപ്പെട്ടാൽ അത് വലിയ പരാജയത്തിൻ്റെ തുടക്കമാണ് എന്ന് ഞാൻ പറയും. Meet the editors.